ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ലിപ് ബാം തയ്യാറാക്കാം. അതിന് നമുക്ക് റോസ് പെറ്റൽസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാടൻ റോസ് പെറ്റൽസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കണ്ടു നോക്കൂ. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. റോസ് പെറ്റൽസ് ഇതുപോലെ നന്നായിട്ട് അതളകളാക്കി മാറ്റിയെടുക്കുക. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ചതച്ചെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വേണ്ടത് നമുക്ക് 2 ഓയിലാണ്. ഒന്ന് സ്വീറ്റ് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ആണ്. നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ രണ്ടും 6 ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കുന്നത്. കുറച്ച് റോസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് അത് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അതിലോട്ട് ഈ ഡബിൾ ബോയിലിംഗ് വഴി നമുക്കത് മെൽറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് നമുക്ക് ഈ റോസ് പെറ്റൽസ് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ എസൻസൊക്കെ ഈ ഒരു ഓയിലിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് ആ ഓയിൽ വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലാണ് ഓയിൽ കിട്ടിയിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. നല്ല പിങ്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് അധികം നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത് വേണ്ടത് ബി വാക്സ് ആണ്. ബി വാക്സ് നമ്മുടെ ലിപ്സിൻ്റെ ഡ്രൈനെസ് മാറ്റാനും അതുപോലെ ലിപ്സിന് നല്ലൊരു പ്രൊട്ടക്ഷൻ തരാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് ആൽമണ്ട് ബട്ടറാണ്. ആൽമണ്ട് ബട്ടർ നമുക്കൊരു 2 ഗ്രാമേ ആവശ്യമായിട്ടുള്ളൂ. ആൽമണ്ട് ബട്ടർ നമ്മുടെ ലിപ്സിൻ്റെ ഡ്രൈനെസ് മാറ്റാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഒക്കെ നല്ലതാണ്. ഇനി നിങ്ങൾക്കിത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാം. വീട്ടിലുണ്ടാക്കുന്ന പശുവിൻ്റെ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ബി വാക്സ് മെൽറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ ഒരു 15 ml ആണ് 2 ഓയിലും കൂടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 3.5 ഗ്രാമാണ് ബി വാക്സും അതുപോലെ 2 ഗ്രാം ആൽമണ്ട് ബട്ടറും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഹീറ്റ് ഒന്ന് മാറ്റി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വിറ്റാമിൻ ഇ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. വിറ്റാമിൻ ഇ ഡ്രോപ്സും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇത് നമ്മുടെ ലിപ്സിന് പിഗ്മെൻറ്റേഷൻ മാറ്റാനും അതുപോലെ ഹൈഡ്രേഷൻ തരാനും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് റോസ് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. അത് നമുക്ക് നല്ലൊരു റോസിൻ്റെ മണം തരാനും അതുപോലെ തന്നെ അതിന് റോസിൻ്റെ മണം തരാൻ മാത്രമല്ല അതും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യലാണ്. നമ്മുടെ ലിപ്സിനൊക്കെ നല്ലതാണ്, പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് അതും നമുക്ക് വേണമെങ്കിൽ 1-2 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലിപ് ബാം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് കളറ് വേണം എന്നുള്ളവരാണ്, കുറച്ച് പിഗ്മെൻറ്റേഷൻ വേണം എന്നുള്ളവരാണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്കിതിന് ലിപ്സിലിടുമ്പോൾ അങ്ങനെ നല്ലൊരു കളറ് കിട്ടില്ല. പക്ഷേ വളരെ ഹൈഡ്രേറ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്കൊരു ലിപ് ബാം മാത്രമായിട്ടല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഹാൻഡ് ക്രീമൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം, മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വളരെ ഹൈഡ്രേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ലൊരു ഗ്ലോയി ടെക്സ്ചറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.